ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ചിക്കൻ മുന്താസ് ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1/2 കിലോ, സവോള 2 എണ്ണം വലുത്, തക്കാളി 2 എണ്ണം, പച്ചമുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ജീരക പൗഡർ 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കസൂരി മേത്തി 1/2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, ഏലക്ക 2 എണ്ണം, ഗ്രാമ്പു 2 എണ്ണം, തൈര് 3 ടേബിൾ സ്പൂൺ, ബട്ടർ 2 ടീസ്പൂൺ, ബദാം 10 എണ്ണം, മല്ലിയില കുറച്ച്. ഞാനിവിടെ ചിക്കൻ കറി വെക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കോക്കനട്ട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാതെ വെജിറ്റബിൾ ഓയിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി വരണം. ബ്രൗൺ കളർ ഒന്നും ആകണ്ട, ഇതൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ ഈ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഇനി പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ കറിയിൽ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി 2 തക്കാളി ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അതും കൂടെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളി സവോളയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നെങ്കിൽ കാഷ്നട്ട്, ഒരു 5 കാഷ്നട്ട് അല്ലെങ്കിൽ ആൽമണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ആൽമണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുക്കണം. അതേ പാനിലേക്ക് തന്നെ മിച്ചമുള്ള എണ്ണയ്ക്കകത്തോട്ട് തന്നെ ജീരകവും ഗ്രാമ്പൂ ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം. ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചേക്കുന്നതാണ്, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുക. ഈ ചിക്കൻ ഇതിനകത്ത് 2-3 മിനിറ്റ് കിടന്ന് നന്നായിട്ടൊന്ന് ആ കളറൊക്കെ ഒന്ന് മാറണം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 3 മിനിറ്റ് വരെ ഇളക്കാം. നമുക്ക് നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 3 മിനിറ്റ് നമ്മൾ മസാല ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞു.
ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ടൊമാറ്റോയും സവോളയും കൂടെ അരച്ച് വെച്ചതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് മിക്സി കഴുകി വെള്ളം കൂടെ ഒഴിച്ചു വേണം അതിൻ്റെ അകത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് മിക്സി കഴുകിയ വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നിടം വരെ, അപ്പോഴേക്കും നമ്മുടെ ചിക്കനും വേകും. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് പുളിയില്ലാത്ത ചേർത്ത് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിരുന്ന് നന്നായിട്ട് ഒന്നുകൂടിയും വേകണം. ഫുൾ ചിക്കൻ വെന്തിട്ടില്ല. നിങ്ങളുടെ ഉപ്പൊക്കെ പാകമായത് നോക്കണം. നമുക്കിത് മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ കറി ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ നേരെ മേളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇളക്കി കൊടുത്ത് ഞാൻ ഈ പാത്രത്തിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. വെജിറ്റബിൾ ഓയിൽ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയില. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് ഗരം മസാല. നമ്മൾ നേരെ ഈ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. സ്റ്റൗ ഓഫ് ചെയ്തു. കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെയും നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലതാണ്. നമ്മുടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്